അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് രാജസ്ഥാനിലെ ജയ്പൂരിൽ ബുൾഡോസർ നടപടി. സുരക്ഷയുടെ ഭാഗമായി 24 മണിക്കൂർ നേരത്തേക്ക് ഇന്റർനെറ്റ് നിരോധനവും ഏർപ്പെടുത്തി. അർജുൻ പീതാംബരൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. അർജുൻ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ജയ്പൂരിലെ മാളവ്യ നഗറിൽ റെയിൽവേ ലൈനിനോട് അടുത്തു തന്നെയുള്ള റോഡിന്റെ വീതി 1.5 കിലോമീറ്റർ ദൂരത്തിൽ 35 അടിയിൽ നിന്നും 80 അടിയിലേക്ക് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ അനധികൃത കയ്യേറ്റങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഒഴിപ്പിക്കുന്നത്. അതിൽ തന്നെ പള്ളിയും ക്ഷേത്രവും ഉൾപ്പെടെ 5 ആരാധനാലയങ്ങൾ കൂടി ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ക്രമസമാധാന പ്രശ്നങ്ങളും അതുപോലെ തന്നെ മറ്റ് സാമുദായിക സംഘർഷങ്ങളും ഉൾപ്പെടെയുള്ള സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ വലിയ സുരക്ഷാ സന്നാഹം ഈ ഒരു പരിസരത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ 3000 പോലീസുകാരെ സുരക്ഷയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് അർദ്ധരാത്രി വരെ ഇന്റർനെറ്റ് നിരോധനമായിരിക്കും ഈ ഒരു പ്രദേശത്ത് ഉണ്ടാകുക എന്നുള്ള കാര്യം കൂടി കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ BNS 163 പ്രകാരം നിരോധനാജ്ഞയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജയ്പൂർ കമ്മീഷണറേറ്റിന് കീഴിലുള്ള പ്രധാനപ്പെട്ട റോഡുകളിൽ ഈ പ്രകടനങ്ങൾ, റാലികൾ, പ്രതിഷേധ പരിപാടികൾ ഇതെല്ലാം തന്നെ നിരോധിച്ചിട്ടുമുണ്ട്. ഈ നിരോധനങ്ങളെല്ലാം തന്നെ ജൂൺ മാസം 22-ാം തീയതി വരെ നിലനിൽക്കുമെന്നുള്ള കാര്യം കൂടിയാണ് ജയ്പൂർ കമ്മീഷണറേറ്റ് അറിയിച്ചിരിക്കുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് മുംബൈയിലെ ബാന്ദ്രയിൽ സമാനമായി തന്നെ ഒരു ഒഴിപ്പിക്കൽ നടപടി നടന്നതും അത് വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലേക്ക് പോയതും അത് ജയ്പൂരിലും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു കരുതൽ നടപടിയായി പോലീസിന്റെ ഭാഗത്തുനിന്നും വലിയ സുരക്ഷാ സന്നാഹങ്ങളും അതുപോലെ ഇന്റർനെറ്റ് നിരോധവും ഒപ്പം തന്നെ ഇത്തരത്തിൽ നിരോധനാജ്ഞയും ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടകം തന്നെ ഈ ബുൾഡോസർ നടപടി തുടങ്ങിയിട്ടുണ്ട്. അത് ഇന്ന് രാത്രിയോടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് പോലീസിലുള്ളത്. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.